cells as the living unit of the body. So basic living unit of the body is cell. The body basic living unit in the cell. So each organ is an aggregate of many different cells held together by intracellular supporting structure. ഓരോ ഓർഗൻസും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് എല്ലാം ഒരുമിച്ച് കൂടി ഒരു ഡിങ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ഓരോ ഓർഗൻസും എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. മനസ്സിലാക്കുക. സോ ഈച്ച് ടൈപ്പ് ഓഫ് സെൽസ് ഈസ് സ്പെസിഫിക്കലി അഡാപ്റ്റഡ് ടു പെർഫോം വൺ ഓർ ഫ്യൂ പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസിനും അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ RBC എടുക്കുകയാണെങ്കിൽ RBC നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 25 ട്രില്യൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ അവരുടെ ഡ്യൂട്ടി എന്താണ്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ ടിഷ്യൂ. ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ടിഷ്യൂവിലോട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ RBCയുടെ ജോലി. അവരുടെ ഇതാണ് there are about 75 trillions additional cells of other types and that perform function different from the RBC. Different from RBC കൂടാതെ നമ്മുടെ ബോഡിയിൽ 75 ട്രില്യൺസ് ആയിട്ടുള്ള അഡീഷണൽ അതർ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അവർക്കും എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫംഗ്ഷൻസ് ആണ് അവർക്കും ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ ബോഡിയിലെ ബേസിക് ലിവിങ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? സെല്ലാണ്. അപ്പം ഓരോ ഓർഗൻസും മേഡപ്പ് ഔട്ട് ചെയ്തേക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് വെച്ചാണ് ഈച്ച് സെൽസിനും അവർക്ക് അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. RBC എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 ട്രില്യൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നത്. RBCയുടെ ഡ്യൂട്ടി എന്താ? ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ ടിഷ്യൂസ് ആണ്. പിന്നെ ഉള്ളത് 75 ട്രില്യൺസ് ആണ് ബാക്കിയുള്ള അഡീഷണൽ ആയിട്ടുള്ള സെൽസ് നമ്മുടെ ബോഡിയിലുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആൻഡ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സ്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഇന്റേണൽ എൻവയോൺമെൻറ്റ്. അത് ഓർത്തിരിക്കുക. പിന്നെ about 60% of adult human body is fluids, mainly a water solution of ions and other substances. നമ്മുടെ adult human ബോഡിയിൽ 60% of fluids ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. Most of these fluids is inside the cells and is called intracellular cells. മോസ്റ്റ് ഓഫ് ദ സെൽസ് പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഇൻസൈഡ് ഓഫ് ദ സെൽസ് ആണെങ്കിൽ അത് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി about 1/3 ഈസ് ഇൻ ദ സ്പേസ് ഔട്ട്സൈഡ് ദ സെൽസ്. ഇനി കോൾഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. ബാക്കി തേർഡ് പോർഷൻ ഓഫ് ദ ഈ ഒരു സെൽസിൻ്റെ പുറത്തുള്ള ബാക്കി സ്പേസിലേക്ക് സെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ ത്രൂ ഔട്ട് ദ ബോഡി. ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് മുഴുവനായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് റാപ്പിഡ്ലി ഇൻ ദ സർക്കുലേറ്റിംഗ് ബ്ലഡ് ആൻഡ് മിക്സഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്സ് ബൈ ഡിഫ്യൂഷൻ ത്രൂ ദ കാപ്പിലറി വാൾസ്. ബോഡിക്കകത്തുള്ള ബ്ലഡ്സിലും ബാക്കിയുള്ള ടിഷ്യൂ ഫ്ലൂയിഡ്സിലൊക്കെ എന്ത് ചെയ്യുന്നു? ബൈ ഡിഫ്യൂഷൻ വഴി കാപ്പിലറി വാൾസിൽ കൂടെ എന്ത് ചെയ്യുന്നു? അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. Extracellular fluids are the ions and nutrients needed by the cells to maintain the cell life. നമ്മുടെ സെൽസിനെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അയോൺസിനെയും ന്യൂട്രിയൻസിനെയൊക്കെ ആരാണ് തരുന്നത്? നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ്. അത് ഓർത്തേക്കുക. And the extracellular fluids is also called the internal environment of the body or milieu interior. The term introduced from the French physiologist Claude Bernard. Claude Bernard ആയിട്ടുള്ള ഫ്രഞ്ച് ഫിസിയോളജിസ്റ്റ് ആണ് ഇന്റേണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ മിലി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യമായിട്ട് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇനി ദ സെൽസ് ആർ capable of living, growing, performing their special function as long as the proper concentration of oxygen, glucose, different ions, amino acid, fatty acid and other constituents are available in this internal environment. So ഈ ഒരു സെൽസിൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ എന്താണ്? capable of living, growing, performing special functions. എന്തൊക്കെയാണ്? നമ്മുടെ ഓക്സിജൻ്റെ പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേഷൻ മെയിൻ ചെയ്യുക ആൻഡ് ഗ്ലൂക്കോസ്, ഡിഫറെൻറ്റ് അയൺസ്, അമിനോ ആസിഡ്. ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇന്റേണൽ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. എബൌട്ട് സെല്ലുലാർ ഫ്ലൂയിഡ്സിനെ വേറെ പേരിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ ബോഡി ഓർ മിലി ഇൻറ്റീരിയർ. ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫിസിയോളജിസ്റ്റിൻ്റെ പേര് എന്താണ്? ക്ലോഡി ബെർണാർഡ് എന്നാണ്. നമുക്ക് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിനെയും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിനെയും എന്ത് ചെയ്യാം? ഡിഫറൻസ് മനസ്സിലാക്കാം. നമ്മളുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ആരൊക്കെയാണ്? ലാർജ് സോഡിയത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നു ആൻഡ് ക്ലോറൈഡ്, കാർബണേറ്റ് അയൺസ്, പിന്നെ ന്യൂട്രിയൻസ്. നമ്മുടെ സെൽസിന് ആവശ്യപ്പെട്ട ന്യൂട്രിയൻസിനൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ്. പിന്നെ വരുന്നത് ഡയോക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇത് സെൽസിൽ നിന്ന് ട്രാൻസ്പോർട്ട് ആകുന്ന ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ലങ്സ് വഴി എന്ത് ചെയ്യുന്നു? അത് പുറത്തോട്ട് തള്ളപ്പെടുന്നുണ്ട്. ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് ആണ്. നമ്മുടെ ഒരാളെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സെല്ലുലാർ വേസ്റ്റ് പ്രോഡക്റ്റ്. ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ടു ദ കിഡ്നി ഫോർ എക്സ്ക്രീഷൻ. കിഡ്നിയിലോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ ചെയ്യുന്നു. ആൻഡ് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സ് ഇത് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം, magnesium, phosphate ions instead of the sodium and chloride found in the extracellular fluids. Extracellular fluids കാണപ്പെട്ട സോഡിയം ക്ലോറൈഡും ഈ ഒരു പറഞ്ഞ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സിലുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ് അയൺസും ഉള്ളത്. ഈ രണ്ട് ഫ്ലൂയിഡ്സിനെയും ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ദ സ്പെഷ്യൽ മെക്കാനിസം ഫോർ ട്രാൻസ്പോർട്ടിംഗ് അയൺസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ കൂടെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ അയൺസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ഇവരുടെയൊക്കെ ജോലി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മെയിൻറ്റെയിനിങ് ദ അയൺ കോൺസെൻട്രേഷൻ ബിറ്റ്വീൻ എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സിലും എന്ത് ചെയ്യുന്നു? അയൺ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി.